ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഒരു പ്രാർത്ഥനയോടെ ഏത് പരിപാടിയും ആരംഭിക്കുന്നത് ശിഷ്ടാചാരമാണ്. ശിഷ്ടാചാരം എന്ന് പറഞ്ഞാൽ പരമ്പരാഗതമായി ആചരിച്ചു പോരുന്നതും നിർബന്ധമായും അനുസരിക്കേണ്ടതുമായ കാര്യം എന്നർത്ഥം. പരിപാടികൾ ആരംഭിക്കുമ്പോൾ ആദ്യമായി പ്രാർത്ഥന എന്ന അനൗൺസ്മെന്റ് ഉണ്ടാകാറുണ്ട്. ഇത്തരത്തിലൊരു വിളംബരത്തിന് പകരം നമുക്കൊരു പ്രാർത്ഥനയോടെ പരിപാടികൾ ആരംഭിക്കാം എന്ന് പറയുന്നതാണ് ഉചിതം. മറ്റൊരു വിഷയം, പ്രാർത്ഥനാ സമയത്ത് എഴുന്നേറ്റ് നിൽക്കേണ്ടതുണ്ടോ? ഇതൊരു വൈദേശികമായ സമീപനമാണെന്നാണ് തോന്നിയിട്ടുള്ളത്. ഇരുന്ന് പ്രാർത്ഥിച്ചാൽ പോരെ? പൂജ്യ ഗുരുദേവ് ചിന്മയാനന്ദ സ്വാമിജി ഈ വിഷയത്തിൽ തരുന്ന മാർഗദർശനം വളരെ യുക്തിഭദ്രമാണ്, ശ്രദ്ധേയമാണ്. Sit down and pray, stand up and fight. ഇരുന്ന് പ്രാർത്ഥിക്കൂ. കലഹിക്കുമ്പോൾ, വാഗ്വാദത്തിൽ ഏർപ്പെടുമ്പോൾ, അങ്ങനെ നമ്മുടെ ക്രൗര്യമൊക്കെ പ്രകാശിപ്പിക്കേണ്ട സമയത്ത് എഴുന്നേറ്റാൽ മതി. എഴുന്നേൽക്കുന്ന സമയത്ത് പെട്ടെന്ന് സ്വസ്ഥമായിട്ടിരിക്കുന്നിടത്ത് നിന്ന് പ്രാർത്ഥന എന്ന് കേൾക്കുമ്പോൾ ചാടി എണീക്കുന്നു. ഇതോടുകൂടി കിഡ്നിയുടെ മുകൾ ഭാഗത്തുള്ള ചെറിയ 2 ഗ്രന്ഥികളുണ്ട്, അഡ്രീനൽ ഗ്രന്ഥികൾ. അത് അഡ്രീനലിൻ എന്ന സ്രവം, ഹോർമോൺ, അത് പുറപ്പെടുവിക്കും. എന്തിനു വേണ്ടിയാണ് അങ്ങനെ ഒരു സംവിധാനം? സ്ട്രെസ് വരുന്ന സമയത്ത്, സ്ട്രെയിൻ വരുന്ന സമയത്ത്, വറി വരുന്ന സമയത്ത്, ഫ്ലൈ ഓർ ഫൈറ്റ്, ഇങ്ങനെ 2 ചോയ്സ് ഉണ്ട്. അതിന് നമ്മെ സജ്ജമാക്കാൻ വേണ്ടിയാണ്. പ്രാർത്ഥനാ സമയത്ത് അങ്ങനെ ഒരു ഹോർമോണിനെ വെറുതെ സ്രവിപ്പിക്കേണ്ടതുണ്ടോ? ഗുരുദേവ് ചിന്മയാനന്ദ സ്വാമിജി നൽകിയ സന്ദേശത്തെ എല്ലാ വേദികളിലും പ്രയോജനപ്പെടുത്താൻ സാധിക്കട്ടെ. അങ്ങനെ ഒരു നിർദ്ദേശമാണ് മുന്നിൽ വെക്കാനുള്ളത്. പ്രാർത്ഥനാ സമയത്ത് എഴുന്നേറ്റ് നിൽക്കുക എന്നുള്ളത് തെറ്റായ ഒരു മുൻവിധിയാണ്. സ്വസ്ഥമായിരുന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രേയേഴ്സ് ഗോ അപ്പ്, ബ്ലെസ്സിങ്സ് കം ഡൗൺ. ഇങ്ങനെ ഒരു ഉദ്ധരണി ശ്രദ്ധേയമാണ്. പ്രാർത്ഥനകൾ മുകളിലേക്ക് പോകുന്നു, അനുഗ്രഹമാകട്ടെ മുകളിൽ നിന്നും വർഷിക്കുന്നു. എല്ലാവർക്കും അനുഗ്രഹമുണ്ടാകാൻ വേണ്ടി സ്വസ്ഥമായിരുന്ന് പ്രാർത്ഥിക്കാനുള്ള സമുചിത സമീപനമുണ്ടാവട്ടെ എന്നാണ് ആശംസിക്കുന്നത്. ഹരി ഓം.